നമ്മുടെ നാട്ടിലെ ഈ സാംസ്കാരിക നായകരും മറ്റ് ബുദ്ധിജീവികളൊക്കെ ഒളിവിൽ പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയനാട് ജില്ലയിൽ ആദിവാസികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ഒറ്റപ്പെട്ട അക്രമങ്ങളല്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ. അതേപ്പറ്റി നമ്മുടെ നാട്ടിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ചിന്തകർക്ക് ആർക്കും യാതൊരു ഉത്കണ്ഠയുമില്ല, യാതൊരു വേവലാതിയില്ല, യാതൊരു ബേജാറുമില്ല. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന രണ്ട് സംഭവങ്ങൾ, ഒന്ന് ഒരു ആദിവാസി സ്ത്രീ മരിച്ചിട്ട് അവരുടെ മൃതദേഹം പായയിൽ പൊതിഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഉടനെ ഭരണകൂടം സടകുടഞ്ഞ് എഴുന്നേറ്റു. അതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തിയ ഒരു ആദിവാസി പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തു. ഇയാളും ആദിവാസിയാണ്. ഈ ആദിവാസി പ്രൊമോട്ടറല്ല മൃതദേഹം ടാക്സി വിളിച്ചു കൊണ്ടുകൊണ്ട്, അതിനുള്ള ശമ്പളം അയാൾക്കില്ല, അതിന് പ്രത്യേകിച്ച് വരുമാനവും അയാൾക്കില്ല. ഇത് ചെയ്യേണ്ടതൊക്കെ വേറെ ആളുകളാണ്. പക്ഷേ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ. പിന്നെ സർക്കാരിന് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് കൈ കിട്ടിയത് പ്രൊമോട്ടറെയാണ്. അവനെ സസ്പെൻഡ് ചെയ്ത് തെങ്ങുമ്മ കയറ്റി. അപ്പോൾ ഇത് നമ്മുടെ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന പലവിധ ഗുണ്ടായുസങ്ങളിൽ ഒരു ഗുണ്ടായുസം മാത്രം. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. കുറേ കൂടി ഭയാനകമായൊരു സംഭവം മാനന്തവാടി പുൽപ്പള്ളി റോഡിലാണ് ഉണ്ടായത്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും. മാതൻ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ആദിവാസി യുവാവെന്ന് പറയാൻ പറ്റില്ല, 40-40 വയസ്സുള്ള ആൾ, ചില ചെറുപ്പക്കാർ ചേർന്ന് മർദ്ദിക്കുകയും അവർ ഓടിക്കുന്ന കാറിൽ ഇയാളുടെ കൈ പിടിച്ചുകൊണ്ട് റോഡിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ കാറിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ചില ആളുകളെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട പോലീസ് ചാടി എഴുന്നേറ്റത്. ഇത് വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഈ കാറിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചു. പിന്നെ കാർ ഓടിച്ചവനെ പിടിച്ചു. പിന്നെ അവൻ്റെ കൂടെ ഇരുന്നവന്മാരെ പിടിച്ചു. അവരുടെയൊക്കെ പേരിൽ കേസ് ചാർജ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി. ഇവന്മാർ പുഞ്ചിരിച്ച് കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ പ്രതികരിക്കാനായിട്ടൊരു ഒറ്റ ബുദ്ധിജീവിയും ഉണ്ടായിട്ടില്ല. ഒരു സാംസ്കാരിക നായകനും ഒരു സാംസ്കാരിക നക്കിയും ഉണ്ടായില്ല. നമ്മുടെ അടുപ്പൂട്ടി ചർച്ചയിൽ ഇതൊരു വിഷയമായിട്ട് പ്രതിപാദിച്ചു. മലയാള മനോരമ അനുകരണീയമായ ശൈലിയിൽ ഒരു മുഖപ്രസംഗം എഴുതി. ഇത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ മന്ത്രി കേളുണ്ടല്ലോ, അദ്ദേഹമാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ഉടമസ്ഥൻ. പുള്ളിയാണ്, അദ്ദേഹം തന്നെ പട്ടികവർഗക്കാരനാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ആശുപത്രി സന്ദർശിച്ചു, മാതനെ കണ്ട് സമാശ്വസിപ്പിച്ചു. ഇത് നവോത്ഥാന കാലമാണ്, സഖാവ് പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്, ഒരിക്കലും പ്രതികളെ വെറുതെ വിടുകയില്ല, അവർ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കും എന്ന് ഉറപ്പ് കൊടുത്തു. എന്ന് മാത്രമല്ല, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാതന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 3000 രൂപ അനുവദിച്ചു. എത്ര? 3000. എടുത്താൽ പോകാത്ത സംഖ്യയുള്ളൂ, അത് അനുവദിച്ചു. ഇനി ചിലപ്പോൾ വല്ല തക്കാപ്പിച്ച് അനുവദിക്കാൻ സാധ്യതയുണ്ട്. ഈ വാർത്തകളൊക്കെ സത്യം പറഞ്ഞ് ഇവിടെ കേരളഭൂതിയിലല്ലാതെ ഒരു പത്രത്തിലും വരുന്നില്ല. പത്രങ്ങൾക്കൊന്നും ഈ മാതൻ്റെ വേദന ഒരു വിഷയമേ അല്ല. മുഖപ്രസംഗം കഴിഞ്ഞ മനോരമയുടെ ഉത്തരവാദിത്തം അവസാനിച്ചു. മറ്റു പത്രങ്ങളൊക്കെ മറ്റു വാർത്തകളൊന്നും ഇല്ലെങ്കിൽ ചരമ പേജിൻ്റെ അടിയിലത്തെ പേജിലോ വല്ലതും കൊടുക്കാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഒരു വിഷയമായിട്ട് ഉയർന്നു വരാത്തതെന്ന് വെച്ചാൽ ആദിവാസികൾക്ക് വോട്ട് ബാങ്കില്ല എന്നുള്ളതുകൊണ്ട്. ആദിവാസികൾക്ക് അഥവാ ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ആളുകൾക്ക് ശക്തമായ വോട്ട് ബാങ്കില്ല. അവർക്ക് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയില്ല, വിലപേശൽ ശക്തിയില്ല. സർക്കാരിൻ്റെ നേരെ വിരൽ ചൂണ്ടി പറയാനായിട്ട് ഒരു നേതാവുമില്ല. ഉള്ളത് ഈ കേളൂരെ പോലെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ജയലക്ഷ്മിയെ പോലെയുള്ള പാഴ് ജന്മങ്ങളാണ്. ഇവരൊക്കെ മന്ത്രിമാരായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് സമുദായക്കാർക്ക് ആദിവാസികളുടെ നെഞ്ചത്ത് കയറാനുള്ള പ്രധാനപ്പെട്ട സൗകര്യം. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരാൾ മന്ത്രിയാകുമ്പോൾ ആദിവാസികൾക്കെതിരെ നടക്കുന്ന അക്രമത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ചെറുവിരൽ പോലും അരക്കാൻ പറ്റുകയില്ല. അത് കേളുവായാലും ശരിയാണ്, ജയലക്ഷ്മി ആയാലും ശരിയാണ്, ഇനി മറ്റൊരാളാണെങ്കിലും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 അതിൽ കൂടുതലായി, 78 കൊല്ലമായി. ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് 75 കൊല്ലമായി. പട്ടിക സമുദായക്കാരെ മുഴുവൻ ഉടനോടെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് എഴുതി വച്ച മഹത്തായ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 കൊല്ലം തികയാൻ പോകുന്നു. ജനുവരി 26-ാം തീയതി കൊല്ലം 75. അങ്ങനെയുള്ള സമയത്താണ് ഈ പട്ടികവർഗ്ഗക്കാർക്കെതിരായിട്ട് ഇതുപോലുള്ള അക്രമങ്ങൾ നടക്കുന്നത്. ഇവിടെ അംബേദ്കറെ അവമാനിച്ചു എന്ന് പറഞ്ഞ് ആളുകൾക്ക് അരിശം കൊള്ളുന്നത്. സത്യത്തിൽ അംബേദ്കറെ അവമാനിക്കുന്നത് അമിത്ഷാ അല്ല, അമിത്ഷാ വാഗൊണ്ടേ അവമാനിച്ചുള്ളൂ. പ്രവൃത്തി കൊണ്ട് അവമാനിക്കുന്നത് ഇതുപോലുള്ള ആളുകളാണ്. നിരന്തരമായി അംബേദ്കറെയും ഇന്ത്യൻ ഭരണഘടനയും ആക്ഷേപിക്കുന്നത്, അവഹേളിക്കുന്നത് ഈ ആദിവാസികൾക്കെതിരായി പട്ടിക വർഗ്ഗക്കാർക്കെതിരായ അക്രമങ്ങൾ നടത്തുന്ന ആളുകളാണ്. തുല്യത എന്ന ആശയത്തെ തള്ളിപ്പറയുന്നവരാണ്. ഇവരുടെ
അവകാശങ്ങൾ പോട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തെ തന്നെ ഹരിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ പറയാതല്ലാണ്ട് ഒരു കാര്യമില്ല. ശ്രീരാമൻ ശംഭുകനെ വധിച്ച വലിയ അക്രമമായി പോയി എന്ന് പറയുന്ന ചില ബുദ്ധിജീവികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു എന്ന ഇതിഹാസത്തിൽ കഥയായിട്ട് എഴുതപ്പെട്ട സംഭവമാണ്. ഇവിടെ സ്വന്തം കൺമുമ്പിൽ ഈ മാതനെ പോലെയുള്ള ഒരു ആദിവാസിയെ ഇതുപോലെ പൈശാചികമായി പീഡിപ്പിച്ച ആളുകൾ നെഞ്ചു പിരിച്ചിറക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തമാശ പറയുന്നു. കോടതിയിൽ നിന്ന് കളിച്ചിരിച്ച് ഉല്ലാസവാന്മാരെ പുറത്തിറക്കി വരുന്നു. ബുദ്ധിജീവികൾക്ക് ഒരു ചിന്തയുമില്ല, സാംസ്കാരിക നായകന്മാർക്ക് ഒരു ഞെട്ടലുമില്ല. ഇതാണ് നമ്മുടെ കലികാലം.